പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആത്മീയ വചന ചിന്തകൾ എന്നുള്ള ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നമ്മൾ സുവിശേഷം വായിച്ചു വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മളൊരു ഭാഗം കാണുന്നുണ്ട്. ഈശോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുവൻ ഓടി വന്ന് മുട്ടുകുത്തിയെന്നുകൊണ്ട് ചോദിക്കുകയാണ്, യേശുവേ, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിക്കുന്നത് ഈ ലോകത്തിൻ്റെ അനുഗ്രഹമല്ല, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ അവനോട് 6 കാര്യങ്ങൾ പാലിക്കുവാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ചെറുപ്പം മുതലേ ഇതെല്ലാം ചെയ്യുന്നതാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, നിനക്ക് ഒരു കുറവുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞു വരുവാണെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പം മുതലേ അവൻ്റെ ഉള്ളിൽ നന്മയുണ്ട്, നല്ല കാര്യങ്ങൾ അവൻ അനുസരിക്കുന്നതാണ്, ദൈവവചനം അനുസരിക്കുന്നത്. പക്ഷേ ഒരു കുറവുണ്ട്, അതുപോലും ഈശോ എടുത്തു പറയുകയാണ്. എന്താണ്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, നിത്യജീവൻ, ഈശോയോട് കൂടെയായിരിക്കുവാൻ ഈ ഒരു ചെറിയ കാരണം നിനക്ക് തടസ്സമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം ചിന്തിക്കുമ്പോഴും ഞാനും നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, ഒരുപാട് ദൈവിക കൃപകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ എപ്പോഴും നമുക്ക് ഈ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ കുറവുകളെ എപ്പോഴും തിരിച്ചറിയുന്നതാണ് നല്ലത്. ഒരുപാട് നല്ല ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകാം, പക്ഷെ അപ്പോഴും എൻ്റെ കുറവുകളെ ഞാൻ കണ്ടുപിടിക്കുന്നതാണ് ദൈവവചനത്തിലൂടെ എനിക്ക് ക്രിസ്തുവിനോട് അടുക്കുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ്. അതിൻ്റെ 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഫരിസേയനും ചുങ്കക്കാരും ഇവർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ ചെന്നു. അപ്പോൾ ഫരിസേയൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. അപ്പോൾ ഫരിസേയൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തന്നെ നീതീകരിച്ച് പ്രാർത്ഥിക്കുവാൻ ഫരിസേയൻ പ്രാർത്ഥിക്കുന്ന 2 വ്യക്തികളെ താരതമ്യം ചെയ്യാൻ ഇതാണ് ഈ ഫരിസേയനും പറയുന്നത്. ഒന്നിതാണ്, ഞാൻ അക്രമികളും നീതിരഹിതം വ്യഭിചാരവും മറ്റു മനുഷ്യരെ പോലെയോ. കേട്ടോ, പുറത്തുള്ളവരെ വെച്ച് അവൻ താരതമ്യം, മറ്റു മനുഷ്യരെ പോലെ അല്ല ഞാൻ. 2, കൂടെ പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. അപ്പൊ 2 വ്യക്തികൾ, പുറത്തുള്ള വ്യക്തികൾ, കൂടെ നിൽക്കുന്ന വ്യക്തികൾ, ഇവരെ താരതമ്യം ചെയ്യുമെന്ന് ഈ ഫരിസേയൻ പറഞ്ഞു, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയുകയാണ്. എങ്ങനെയാണ്? ഒന്ന്, നമ്മൾ ചിന്തിക്കുന്ന ഇങ്ങനെ, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ കൂട്ടായ്മയിലുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പെർഫെക്റ്റ് ആണ്. അല്ലെങ്കിൽ പുറത്തുള്ളവരെ വെച്ച് ചിന്തിക്കുമ്പോൾ, എൻ്റെ വീട്ടുകാർ, ബാക്കിയുള്ളവരെ വെച്ച് നോക്കും, അവരെക്കാട്ടിൽ ഞാൻ മെച്ചമുള്ള. കാരണം എന്താ? ചെയ്യുന്ന പ്രവർത്തികൾക്കനുസരിച്ചാണ് അവൻ നല്ലതാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ചിന്തിക്കാം, ഞാൻ ഒരു ദിവസം പോലും കുർബാന മുടക്കുന്നില്ല, ഞാൻ ഒരുപാട് സമയം ദിവ്യകാരുണ്യ സന്നിധിയിലിരിക്കുന്നു, ഞാൻ വർഷങ്ങളായി ഈ ഈശോയുടെ സന്നിധിയിലേക്ക് വന്നിട്ട് എനിക്ക് ഒരുപാട് ദൈവവചനം അറിയാം. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ വെച്ച്, നമ്മുടെ കൂട്ടായ്മയിലുള്ളവരെ വെച്ച്, അല്ല വീട്ടുകാരെ വെച്ച് താരതമ്യം ചെയ്താൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തോന്നും. എന്നാൽ ഈ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്ന, കർത്താവേ, ഞാൻ പാപിയാണ്, അങ്ങനെ സന്നിധിയിലേക്ക് നോക്കുവാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഏറ്റു പറയുമ്പോൾ അവനാണ് കൂടുതൽ നീതീകരിക്കപ്പെട്ടെന്ന് ഈശോ പറയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവ സാന്നിധ്യം നിറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി ദൈവത്തോട് അടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് ഇതാണ്, എൻ്റെ കുറവുകളെ തിരിച്ചറിയാനുള്ള കണ്ണുകൾ എപ്പോഴും അവന് തുറന്നു കിട്ടും. ദൈവവചനം വായിക്കുമ്പോഴൊക്കെയും അവൻ്റെ കുറവുകൾ എപ്പോഴും അവന് കാണുവാനുള്ള കണ്ണ് കിട്ടും. അതാണ് ദൈവസാന്നിധ്യത്തിലേക്ക് അടുക്കുമ്പോൾ, അല്ല ദൈവസാന്നിധ്യം ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ എപ്പോഴും അവൻ്റെ കുറവുകളെ കാണാനുള്ള കണ്ണുകൾ തുറക്കപ്പെടും. എന്നാൽ വെറുതെ ആത്മീയ മേഖല നമ്മൾ ഈ ശുശ്രൂഷകരായി പോകുമ്പോൾ, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അവർക്കധികം വചനം അറിയത്തില്ല, ഇവനധികം പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളാണ്. പക്ഷെ എൻ്റെ കുറവുകളാണ് ഞാൻ എപ്പോഴും കാണേണ്ടത്. നമുക്കറിയാം, ഏശയ്യായുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഏശയ്യ പറയുന്ന 9 ദുരിതമുണ്ട്. 9 ദുരിതം, 5-ാമത്തേത് 9 ദുരിതത്തെ പറ്റി പറയുന്നത്. അങ്ങനെ പറയുന്ന ഏശയ്യ 6-ാം അധ്യായം വരുമ്പോൾ ഏശയ്യ പറയുകയാണ്, എനിക്ക് ദുരിതം. കാരണം എന്താണ്? സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ദർശനമുണ്ടാകുന്ന, പരിശുദ്ധനായ ദൈവത്തെ ദർശിക്കുന്ന, ഈ സ്വർഗത്തിൻ്റെ ദർശനം കിട്ടുന്ന ഏശയ്യ തിരിച്ചറിയാണ്, ഞാൻ അശുദ്ധനാണ്,
ഞാൻ അശുദ്ധനായ അധരങ്ങളുള്ളവർ മതി. കാരണം അവൻ്റെ കുറവ് തിരിച്ചു. 9 ദുരിതം പറഞ്ഞു. വീഞ്ഞ് കൂട്ടിക്കലർന്നവർക്ക് ദുരിതം, വയലിനോട് വയൽ ചേർക്കുന്നവർക്ക് ദുരിതം, നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ കെട്ടി വലിക്കുന്നവര് ദുരിതം. ഇങ്ങനെ പല ദുരിതങ്ങൾ പറഞ്ഞ യെശയ്യാ പറയാണ് എനിക്ക് ദുരിതം. പത്രോസ് തന്നെ അത് ദൈവമാണെന്ന് തിരിച്ചറിയുമ്പോൾ, പുതിയ നിയമത്തിൽ ദൈവമാണെന്ന് തിരിച്ചറിയുമ്പോഴത്തേനും പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ എന്നിൽ നിന്ന് നീ അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. അപ്പോൾ ദൈവസാന്നിധ്യം ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ മാത്രമേ അവൻ്റെ കുറവുകളെ കാണുവാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്ത പ്രവർത്തികളും എന്നെ കൊണ്ട് ഈശോ ചെയ്യിപ്പിച്ച കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ അഭിമാനിച്ചു പോകും. ഓരോ ദിവസവും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കുറവുകളെയാണ്. കാരണം കുറവുകൾ ഉണ്ടെന്നറിഞ്ഞാൽ മാത്രമേ നമ്മളെ വിശുദ്ധീകരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം നമ്മൾ ഞാനിടുന്ന ഉടുപ്പിൽ ചെളിയുണ്ടെന്ന് അറിയുമ്പോഴാണ് അത് കഴുകണമല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ചെളിയൊന്നുമില്ല, ഒരു കുഴപ്പവുമില്ല, ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പിനും തിരിച്ചറിഞ്ഞാൽ പിന്നെ കഴുകേണ്ട ആവശ്യമില്ല. പക്ഷെ ചെളി ഉണ്ടെന്ന് അറിയുമ്പോഴാണ് അത് കഴുകേണ്ട ആവശ്യം. എന്ന് പറയുന്ന പോലെ വചനത്തിലൂടെ നമ്മുടെ കുറവുകളെയാണ് കണ്ടുപിടിക്കേണ്ടത്. യേശുവിലേക്ക് നോക്കുക, ദൈവവചനത്തിലേക്ക് നോക്കുമ്പം നമ്മുടെ കുറവുകളെ കണ്ടെത്തി കൂടുതൽ വിശുദ്ധീകരിക്കുക. കാരണം ശരീരത്തിൽ ആത്മാവായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് തിരുത്തുവാൻ സാധിക്കത്തുള്ളൂ. ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ആത്മാവിന് സഹിക്കുക എന്ന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരീരത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ സത്യം പറയണം. കാരണം അവർ സത്യം അറിഞ്ഞ് അവരെ തിരുത്തുവാൻ അവർക്ക് അവസരം കൊടുക്കണം. നമ്മൾ സത്യം പറയുന്നില്ലെങ്കിലോ അവരെന്നാ വിചാരിക്കും. അതുകൊണ്ട് ഈശോയെ നോക്കുക. ഈശോ എവിടെയും സത്യം പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ പോലും ഈശോ സത്യം പറഞ്ഞു. അവർക്ക് എന്ത് തോന്നും എന്ന് ഈശോ വിചാരിക്കുന്നില്ല. സത്യം പറയാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റു വ്യക്തിയുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ സാധിക്കത്തില്ല. മനുഷ്യരുടെ പ്രീതി നോക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റു വ്യക്തിയുടെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞ സത്യം പറയുന്ന ഒരു വ്യക്തിയെയും മറ്റുള്ളവർ അത് ഉയർത്തിപ്പിടിക്കുമല്ല. സത്യം പറയുന്ന ഒരു വ്യക്തി എപ്പോഴും ഒറ്റപ്പെടാൻ തോന്നും. ഒറ്റപ്പെട്ടു പോകും. ഈശോയ്ക്ക് കിട്ടിയത് എന്താണോ അത് അവന് കിട്ടും. ഈശോയ്ക്ക് കിട്ടാത്തത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈശോ പറഞ്ഞില്ലേ, ഗ്രഹനാഥനെ അവർ ബെൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ കുടുംബാംഗങ്ങളെ എന്ത് വിളിക്കുകയില്ലേ. പച്ചമരത്തോട് എങ്ങനെയാണെങ്കിൽ ഉണക്കമരത്തോട് എങ്ങനെയാണ്. പച്ചമരം ഈശോയാണ്, ഉണക്കമരം നമ്മളാണ്. അപ്പോൾ നമുക്ക് പ്രശംസയും കയ്യടിയും കിട്ടുന്നെങ്കിൽ നമ്മൾ സത്യം പറയുന്നില്ല എന്നുള്ളതാണ്. സത്യം പറയുന്ന ഒരു വ്യക്തിയെ ആരും ഉയർത്തിപ്പിടിക്കത്തില്ല. ഇതിലാണ് നമുക്ക് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ഈ വചന ചിന്ത വഴി നമ്മുടെ കുറവുകളെ കണ്ടെത്താം. ഓരോ നിമിഷവും നമുക്ക് പെട്ടെന്ന് കുടുംബത്തിലുള്ളവർ കുറവുകൾ പെട്ടെന്ന് കാണാൻ പറ്റും, അയൽവാസികളുടെ കുറവുകൾ പെട്ടെന്ന് കാണാൻ പറ്റും. പക്ഷെ എൻ്റെ കുറവ് എനിക്ക് കാണാൻ പറ്റുന്നു. അത് ദൈവവചനത്തിന് മുന്നിൽ നമ്മൾ ഇരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിലൂടെ എൻ്റെ ആത്മാവിൻ്റെ കുറവുകളെ കൂടുതലായിട്ട് കാണുവാൻ, അത് തിരുത്തുവാൻ, വിശുദ്ധീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.